യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ കുറച്ച് സൂര്യപ്രകാശം ലഭിക്കുന്ന സമയമാണ് ഡിസംബർ മാസം. ദിവസത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറവും രാത്രി കൂടുതലുമായിരിക്കും. എന്നാൽ യേശു ജനിച്ച ഡിസംബർ 25-ാം തീയതി മുതൽ ഓരോ ദിവസത്തെയും പ്രകാശത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് കാണിക്കുന്നതിനായി പ്രകൃതിയിലെ ഈ പ്രതിഭാസത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നു. നക്ഷത്രങ്ങളും മറ്റു ദീപാലങ്കാരങ്ങളും ഇന്ന് ക്രിസ്മസിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ ജനന സമയത്ത് ആകാശത്ത് കണ്ട നക്ഷത്രത്തെ അനുധാവനം ചെയ്താണ് ജ്ഞാനികൾ ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് എത്തിയത്. ഇന്നും ബെത്ലഹേമിൽ യേശു ജനിച്ച സ്ഥലത്ത് ഒരു വലിയ നക്ഷത്രം തറയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നക്ഷത്രം കൂടാതെ വലിയ ദീപാലങ്കാരങ്ങളും ക്രിസ്മസ് കാലത്തെ പ്രത്യേകതകളാണ്. ആദ്യകാലങ്ങളിൽ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ മെഴുകുതിരികളാണ് ഉപയോഗിച്ചിരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് വൈദ്യുതാലങ്കാരങ്ങൾ വ്യാപകമായി തീർന്നത്. ചില പള്ളികളിൽ ഡിസംബർ മാസത്തെ ആദ്യ ഞായറാഴ്ച പ്രത്യേകം അലങ്കരിച്ച ക്രിസ്മസ് പുഷ്പചക്രത്തിൽ ഒരു തിരി കത്തിക്കുകയും പിന്നീട് വരുന്ന ഓരോ ആഴ്ചയിലും ഓരോ തിരികൾ കൂടുതൽ കത്തിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ലോകത്തിൻ്റെ അന്ധകാരം ക്രിസ്തുവിൻ്റെ ആഗമനത്തോടെ ഇല്ലാതായി പോകുന്നു എന്നാണ് ഈ പ്രതീകത്തിൻ്റെ അർത്ഥം. ആദ്യത്തെ അറിയപ്പെടുന്ന ക്രിസ്മസ് ട്രീ വൈദ്യുത അലങ്കാരം നടത്തിയത് തോമസ് ആൽവ എഡിസന്റെ സഹായിയായിരുന്ന അമേരിക്കൻകാരൻ എഡ്വേർഡ് ജോൺസൺ ആണ്. 1852 ഡിസംബർ 22-ാം തീയതി തൻ്റെ ഭവനത്തിനു മുൻപിലുള്ള ക്രിസ്മസ് ട്രീ വൈദ്യുത ദീപാലങ്കാരത്താൽ മനോഹരമാക്കിക്കൊണ്ട് അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇന്ന് ക്രിസ്മസ് ദീപാലങ്കാരങ്ങൾ ഒരു പതിവ് കാഴ്ച മാത്രമാണ്.